പരിപാടി. എല്ലാവരും ലോങ് വീഡിയോ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. നമ്മൾ ഉഗാണ്ടയില് ലുഗാസി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ലുഗാസി അല്ല എക്സാക്ട്ലി കയാഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സിസിബ എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം. അപ്പം ഈ ഒരു വ്ളോഗില് നമ്മൾ ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രി ഏരിയ. ഒരു അടിപൊളി എന്താ പറയുക, നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു സ്ഥലം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതാണ് കേട്ടോ വാട്ടർഫാൾ. ഇതിൻ്റെ പേര് സിസിബ എന്നാണ്. സിസിബ വാട്ടർഫോൾ ആണ് കേട്ടോ. നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. നാച്ചുറൽ സൗണ്ട് മാത്രമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഒത്തിരി ആൾക്കാരൊന്നുമില്ല, പക്ഷേ കണ്ടോ ഇവിടെ ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റുമേ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം. അതെ, അവിടെ ഒരു ഹഡുണ്ട്. ഇതാണ് നമ്മുടെ വിഷ്ണുചേട്ടൻ്റെ സ്ഥലത്തിനടുത്താണ് ഈ ഒരു വാട്ടർഫോൾ കേട്ടോ. നമുക്ക് ഇതുവഴി കയറി നമുക്ക് ഇതിന്റെ ടോപ്പിൽ വരാൻ പറ്റും. എന്തായാലും അത്രയും റിസ്ക് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ. പക്ഷെ അവിടെയൊക്കെ പോകട്ടോ. അപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഓറഞ്ച് കളറൊക്കെ ഉണ്ടല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഇടിമിന്നൽ പൂവെന്നാ പറയുന്നത്. ഇതൊരു ലിലി, നല്ല ഭംഗിയാണ്. വൈറ്റും ബ്രൗൺ കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഇല്ലേ, ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്നുള്ള ആ ഒരു വെള്ളം വരുന്നുണ്ട്. കാണുമ്പോലില്ല കേട്ടോ, കല്ല് കളർന്ന്. ഓ എന്റെ ദൈവമേ, അടിപൊളി. ഉഗാണ്ട ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് എന്റെ ദൈവമേ. ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉഗാണ്ട എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. അതുപോലെ ഈ സ്ഥലം ഭയങ്കര ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതും അടിപൊളിയാണ്. അതുണ്ട്, അതൊരു റെസ്റ്റിംഗ് ഏരിയ ആണ് ഹഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ വന്നു കേട്ടോ. ഇതേ കണ്ടോ വെള്ളച്ചാട്ടം അവിടെയാണ്. ഇതാണ് മുകളിൽ വന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല, അടിപൊളി, ഫാന്റാസ്റ്റിക്. ഇനി ഞങ്ങളിത് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പോയി നോക്കുവാണ് അവിടെ എന്താ സംഭവം എന്നുള്ള കാര്യം. അവിടെ ഒരു ഹഡുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. ഇവിടെ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലമാണ് അല്ലേ. ക്യാമ്പിംഗ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലം കേട്ടോ. കുറച്ച് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അവർ അവിടെ എന്തോ ക്യാമ്പിങ് കയറിയൊക്കെ വന്നതല്ല ഇങ്ങ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ ഒക്കെ നോക്കാമെന്ന്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അവൈലബിൾ മെനു എന്ന് പറയുന്നത്. ഗോഡ് മീറ്റ്, ലിവർ, ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, ആഫ്രിക്കൻ കോഫി, ബ്ലാക്ക് കോഫി, പിന്നെന്താ ബ്ലാക്ക് ടീ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കൗണ്ടർ. പക്ഷേ ഇവിടെ ആരും കാണാനില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പഴയ രീതിക്ക് തന്നെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിരുന്ന് നമുക്ക് കുടിച്ചു നോക്ക്. ജീരക സോഡയാണെന്ന് അറിയാം. ചീറ്റിപ്പോയി ഗൈസ്, ചീറ്റിപ്പോയി. ജീരക സോഡ അല്ല, നാട്ടില് ജീരക സോഡ എന്ന് പറഞ്ഞ് എടുത്തതാണ്. ജീരക സോഡ അല്ല, എന്ത് വരുന്നത് ഇത് പൈനാപ്പിൾ. ഇത് ശരിക്കും മറ്റേ ഹാപ്പി ഫെസ്സും പോലെ തന്നെ ഉണ്ട്. അപ്പം ചീറ്റിപ്പോയി. ഹാപ്പി ഫെസ്സും പിന്നെന്താ ജീരക സോഡ എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. ചീറ്റിപ്പോയെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ ഒരു നല്ലൊരു വ്യൂ ഒക്കെ കണ്ടോ, നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിരുന്ന് നമുക്കിങ്ങനെ ആസ്വദിക്കാം. നമ്മൾ എന്താ സോഡയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം വിചാരിച്ച് ഇതുവഴി അങ്ങ് മുകളിൽ പോകണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ പിന്നെ വിചാരിച്ച് ഇതുവരെ വന്നതല്ലേ, എന്തായാലും ഇച്ചിരി നടക്കാനുണ്ട്, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ആൾക്കാർ താമസിക്കുക, ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ട്. ഇതുവഴി പോണം.
ഈ ഒരു വ്യൂ, ഈ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മീൻമുട്ടിയിലോട്ടൊക്കെ കയറി പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അയ്യോ, പക്ഷെ ഇച്ചിരി കയറാനുണ്ട് കേട്ടോ, നടക്കാനുണ്ട്. കുറേ ആൾക്കാർ അങ്ങ് പോയിട്ട് ഫൈനലി ഇതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ ഈ വെള്ളം കേട്ടോ വരുന്നേ, ഇവിടെ നിന്നുള്ള വെള്ളമാണ് വരുന്നത്. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം തുടങ്ങുന്നത്, ഇവിടെ നിന്നാണ്. നമ്മള് അതുവഴി വന്ന സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അടിപൊളി. Uganda is so beautiful. Uganda എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ. ഇവിടെ നിന്നാണ് വെള്ളമൊക്കെ വരുന്നത്. ഇനി അതുവഴിയും പോവാം, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇനി വന്ന വഴി തിരികെ പോകണം. നമ്മളിത് അവിടെ ഇരുന്ന സ്ഥലം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെയാണ് നമ്മൾ സോഡ കുടിച്ചത്. ഇവിടെ കുറച്ച് ചൂടാണേ, കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കയറി വന്നോണ്ടാണെന്ന് അറിയില്ല. താഴെ നമുക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത് ഉഗാണ്ടയിലെ സിസിബ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉഗാണ്ടയിലുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് കാണണം. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളി സൂപ്പറായിട്ട് ഒരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ഹാഫ് ഡേ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ശരിക്കും നിങ്ങൾ ഇവിടെ വന്ന് കാണണം കേട്ടോ. അതുപോലെ തന്നെ അത്ര ടിക്കറ്റ് ഫീ ഒന്നും അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. ഇനി ഞങ്ങൾ വന്ന വഴിയേ തന്നെ തിരിച്ചിറങ്ങി ഒരു ഇറക്കമൊക്കെയാണ് കേട്ടോ. അപ്പോൾ വന്ന വഴിയെ തിരിച്ച് പോവാണ്. അപ്പോൾ ഇതുപോലെ ഉഗാണ്ടയുടെ വില്ലേജ് ലൈഫും കാര്യങ്ങളും അതുപോലെ ഫുഡും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ചാച്ചാ ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.